മോർണിംഗ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൻഡറിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ വെൻഡർ ആൻഡ് പർച്ചേസ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് വെൻഡേഴ്സിനെ ക്ലിക്ക് ചെയ്യുക. അവിടുത്തെ ന്യൂ വെൻഡർ എന്നുള്ള ഓപ്ഷൻ വഴിയിട്ടാണ് നമ്മൾ വെൻഡറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൾട്ടർനേറ്റീവ്ലി നമുക്ക് മെനു ബാറിൽ നിന്നും മെയിൻറ്റെയിൻ എന്നുള്ള ഓപ്ഷൻ വഴിയിട്ടും ആരെ ക്രിയേറ്റ് ചെയ്യാം, വെൻഡറിനെ ക്രിയേറ്റ് ചെയ്യാം. ഈ വെൻഡർ ക്രിയേഷൻ്റെ സ്ക്രീൻ നമുക്കിങ്ങനെ അപ്പിയർ ചെയ്യുമ്പോൾ അതിന് നമുക്ക് ആദ്യം ഒരു വെൻഡറിന് ഒരു ഐ ഡി കൊടുക്കാം, പിന്നെ നമ്മുടെ പാർട്ടിയുടെ നെയിം കൊടുക്കണം, പിന്നെ എക്സ്പെൻസ് അക്കൗണ്ട്. ഈ എക്സ്പെൻസ് അക്കൗണ്ട് നമ്മളെപ്പോഴും പർച്ചേസ് ആയിരിക്കും സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ വെൻഡർ ക്രിയേഷൻ കംപ്ലീറ്റ് ആവും. അടുത്തത് നമുക്ക് വെൻഡറിൻ്റെ ഓപ്പണിംഗ് ബാലൻസിനെ എങ്ങനെ വ്യൂ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹിസ്റ്ററിയിൽ നിന്നും വെൻഡർ ബിഗിനിങ് ബാലൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ ഇൻവോയ്സ് നമ്പർ, ഡേറ്റ്, എമൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വെൻഡറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യൂ ചെയ്യാൻ പറ്റും. പിന്നെ ആ ഡീറ്റെയിൽസിനെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വെൻഡർ ആൻഡ് പർച്ചേസ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് വെൻഡേഴ്സിനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വ്യൂ ആൻഡ് എഡിറ്റ് വെൻഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ വരും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡീറ്റെയിൽസിനെ എന്ത് ചെയ്യാം, വ്യൂ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഇനി അടുത്തത് റിപ്പോർട്ട് കാണും. റിപ്പോർട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് റിപ്പോർട്ട്സ് ആൻഡ് ഫോംസിൽ നിന്നും അക്കൗണ്ട്സ് പേയബിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടുത്തെ വെൻഡർ ലിസ്റ്റ് ഓർ വെൻഡർ ലെജർ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റിപ്പോർട്ട് വ്യൂ ചെയ്യാൻ പറ്റും. ഇനി ആദ്യം നമ്മൾ ഈ വെൻഡർ ക്രിയേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ വെൻഡർ ആൻഡ് പർച്ചേസിൽ നിന്നിട്ടും വെൻഡേഴ്സിന് ക്ലിക്ക് ചെയ്യുക, ന്യൂ വെൻഡർ ഐ ഡി കൊടുക്കുക, പിന്നെ നെയിം കൊടുക്കുക, പിന്നെ എക്സ്പെൻസ് അക്കൗണ്ട് നമ്മളെപ്പോഴും പർച്ചേസ് ആയിരിക്കും ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സേവ് ആയിട്ട് ന്യൂ കൊടുക്കുക. ഇപ്പം നമ്മുടെ വെൻഡറിനെ എന്തായി, നമ്മുടെ വെൻഡറിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി വെൻഡറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എങ്ങനെ വ്യൂ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് വെൻഡർ ബിഗിനിങ് ബാലൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്താണ് ഹിസ്റ്ററിയിൽ നിന്ന് വെൻഡർ ബിഗിനിങ് ബാലൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, വെൻഡർ ഐ ഡി. ഇപ്പോൾ കണ്ടോ നമ്മുടെ വെൻഡറിൻ്റെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടോ, നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വെൻഡർ ബിഗിനിങ് ബാലൻസ് എത്ര കാണിക്കുന്നത്, 0 എന്നുള്ള ഈ എമൗണ്ടിന് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിത് റിപ്പോർട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ട് റിപ്പോർട്ട്സ് ആൻഡ് ഫോംസിൽ നിന്നും അക്കൗണ്ട്സ് പേയബിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റിപ്പോർട്ട്സ് ആൻഡ് ഫോംസിൽ നിന്ന് അക്കൗണ്ട്സ് പേയബിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് വെൻഡർ റിപ്പോർട്ട്, വെൻഡർ ലെജേഴ്സ്, വെൻഡർ ലിസ്റ്റ്, ഇതിൽ നിന്ന് നമ്മൾ വെൻഡർ ലെജേഴ്സ് എന്നൊരു ഓപ്ഷനിലായിരിക്കും വെൻഡർ ലിസ്റ്റ് ഓർ വെൻഡർ ലെജർ എന്നുള്ള ഒരു ഓപ്ഷനിലായിരിക്കും നമ്മളെപ്പോഴും ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ബാലൻസ് കറണ്ട് ബാലൻസ് 0 ആയതുകൊണ്ട് നമുക്ക് എന്താണ് റിപ്പോർട്ട്സിനകത്ത് നമ്മുടെ വെൻഡറിൻ്റെ ഐ ഡി ഉണ്ട്, നെയിം, പിന്നെ നമ്മുടെ ബാലൻസും ഇവിടെ ആയിരിക്കും നമ്മളിങ്ങനെ ഷോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വെൻഡർ ക്രിയേഷനകത്ത് ഉള്ളത്.